ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വൈഫൈ ഡോങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു വൈഫൈ ഡോങ്ങിൾ വാങ്ങിച്ചു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. ഞാൻ PC എടുത്ത സമയത്ത് വാങ്ങിച്ചായിരുന്നു. കാരണം അതിൻ്റെ മദർ ബോർഡിൽ വൈഫൈ എനേബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് വൈഫൈക്കായിട്ട് വൈഫൈൻ്റെ ഡോങ്ങിളും ബ്ലൂടൂത്തിൻ്റെ ഡോങ്ങിളും ഞാൻ വാങ്ങിച്ചു. എന്നിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ, അതായത് വൈഫൈൻ്റെ സ്പീഡും എല്ലാം ഓക്കെ ആയിരുന്നു. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അടുത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു വൈഫൈ ഡോങ്ങിൾ ആ ഒരു ഡോങ്ങിളിൽ കംപ്ലയിൻറ്റ് പറ്റിയിട്ട് സിസ്റ്റം ക്രാഷായി. അതായത് സിസ്റ്റത്തിൻ്റെ ഈ ഒരു USB പോർട്ടുകൾ ഉണ്ടാവില്ലേ, ആ ഒരു പോർട്ടൊന്നും വർക്ക് ചെയ്യില്ല. അതായത് ഈ ഒരു ഡോങ്ങിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പോർട്ടിൽ എനിക്ക് വേറെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ വിൻഡോസ് ഒന്ന് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം കരുതിയെന്ന് വെച്ചാൽ ഇത് ഇനി മദർ ബോർഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്ത് വിൻഡോസ് ജസ്റ്റ് റീസെറ്റ് ചെയ്തതിന് സംഭവം വർക്കിംഗ് ആണ്. അതായത് എല്ലാ പോർട്ടും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഈ ഒരു കംപ്ലൈൻ്റ് ആയ സാധനം വീണ്ടും കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസമൊക്കെ നല്ല രീതിയിൽ വർക്കാവും. പിന്നെ അത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു പോർട്ട് വർക്കാവില്ല, വൈഫൈ എനേബിൾ ആവില്ല. ജസ്റ്റ് വന്ന് പോയി. അതായത് വൈഫൈൻ്റെ ഓപ്ഷൻ നമ്മുടെ PC-യിൽ ഇങ്ങനെ വന്നിട്ട് പോവുക അങ്ങനെ കളിച്ച് കൊണ്ടിരുന്ന് അങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് ഈ ഒരു ഡോങ്ങിൾ മാറ്റിയ സമയത്ത് സംഭവം വർക്കിംഗ് ആണ്. പിന്നെ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പോർട്ടിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി മദർ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഫോണിൽ ഞാൻ ഹോട്ട്സ്പോട്ട് വൈഫൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമ്മളെ കേബിൾ ഉപയോഗിച്ചിട്ട് ഹോട്ട്സ്പോട്ട് എടുക്കൂലേ, അത്തരത്തിൽ ഞാൻ ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് ഞാൻ PC-യിലേക്ക് കണക്ട് ചെയ്ത്. അങ്ങനെ കണക്ട് ചെയ്ത സമയത്ത് ഒരു ഇഷ്യൂസും ഇല്ല, അതായത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് നല്ല പ്രോപ്പറായിട്ട് വർക്കാകുന്നുണ്ട്. അപ്പം കുറച്ച് ദിവസം ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കി. പോർട്ടിൽ നിന്ന് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരുന്നുണ്ടോ, അല്ലെങ്കിൽ വിൻഡോസോ അല്ലെങ്കിൽ മദർ ബോർഡ് എന്താ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത സമയത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇത്തരത്തിൽ ഒരു വൈഫൈ ഡോങ്ങിൾ ഞാൻ വാങ്ങിച്ച്. ഇത് ജസ്റ്റ് ഓഫ്ലൈൻ വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ നല്ല ബ്രാൻഡഡ് സാധനമൊക്കെ ഉണ്ട്, അതായത് TP-ലിങ്ങിനൊക്കെ കുറച്ചും കൂടി നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു 150 Mbps ഒരു നോർമലായിട്ടുള്ളൊരു വൈഫൈ ഡോങ്ങിളാണ്. ഇപ്പം തൽക്കാലത്തേക്ക് ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ വൈഫൈ ഡോങ്ങിൾ ഞാൻ വാങ്ങിച്ച സമയത്ത് ഇത് കണക്ട് ചെയ്ത് നോക്കിയ സമയത്ത് സംഭവം വർക്കിംഗ് ആണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചില കേസിൽ ഇത്തരത്തിലുള്ള ഡോങ്ങിൾ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോ. കാരണം ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഡോങ്ങിളൊന്ന് മാറ്റി യൂസ് ചെയ്ത് നോക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബോക്സിനുള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ബോക്സിനുള്ളിൽ ജസ്റ്റ് ഈ ഒരു USB നമുക്ക് കിട്ടും, അതായത് ഈ ഒരു USB കിട്ടും. പിന്നെ ഒരു ഡിസ്ക്കും കൂടി ഇതിൽ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഇതിൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആക്കാനുള്ള ഒരു ഡിസ്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഈ ഒരു USB കണക്ട് ചെയ്തിട്ട് നമുക്ക് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ വീട്ടിൻ്റെ ഹോളിലാണ് വൈഫൈ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈഫൈ ലാൻ കേബിൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് റൂമിലേക്ക് എത്തിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വൈഫൈ ഡോങ്ങിൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് വൈഫൈ ഡോങ്കിളല്ല, നിങ്ങൾക്ക് ഈ ഒരു ലാൻ കേബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ PC-യിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ലാൻ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കും. ഇത്തരത്തിൽ വൈഫൈ ഡോങ്ങിൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്പീഡൊക്കെ കുറയും, സ്പീഡൊക്കെ കുറയും. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ലാൻ കേബിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.